ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം 10ാമത്തെ അധ്യായം വിഭൂതി യോഗത്തിൽ 23ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 24ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ഇവിടെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് അർജുനന്റെ ആവശ്യപ്രകാരം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അർജുനൻ ഭഗവാന്റെ മുഴുവൻ വിഭൂതികളും വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഭഗവാനെ കുറിച്ച് എത്രത്തോളം നമ്മൾ കേൾക്കുന്നു, ഭഗവാനെ കുറിച്ച് എത്രത്തോളം നമ്മൾ അറിയുന്നു, അത്രത്തോളം നമ്മൾക്ക് ആനന്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. കാരണം എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ്. അപ്പോഴാണ് നമ്മൾക്ക് ആനന്ദമുണ്ടാകുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ പെട്ടുപോയത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ്. ആ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്തോറും നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ നേരത്തെ തന്നെ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഭൗതിക വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നു അത്രത്തോളം നമ്മുടെ ഓർമ്മനാശവും ബുദ്ധിനാശവുമാണ് ഉണ്ടാകുന്നത് എന്ന് 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ, സംഘാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ഭൗതിക വിഷയങ്ങളുടെ ചിന്തയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നത്? നമ്മുടെ ചിന്തകളെയൊക്കെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. യുക്തവൈരാഗ്യം, നമ്മുടെ ചിന്തകളെ പോലും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ഭഗവാനുമായിട്ടുള്ള ചിന്തകളായിട്ട് യോജിപ്പിക്കാൻ സാധിക്കണം. അതിന് ഈ വിഭൂതിയോഗം നമ്മളെ വളരെയധികം സഹായിക്കും. വിഭൂതിയോഗം ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഭഗവാൻ നേരത്തെ തന്നെ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ 20ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത, അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. എല്ലാവരിലും ഇരിക്കുന്ന പരമാത്മാവും ഒരു ജീവന്റെ ആദിമധ്യാന്തങ്ങളും ഭഗവാന്റെ വിഭൂതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ, മരീചിർ മരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ആദിത്യന്മാരിൽ ഭഗവാൻ വിഷ്ണുവും, ജ്യോതിഷുകളിൽ ഭഗവാൻ സൂര്യദേവനും, മരുത്തുക്കളിൽ ഭഗവാൻ മരീചിയും, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ ചന്ദ്രനും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവ, ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന. ദേവന്മാരുടെ കൂട്ടത്തിൽ ഭഗവാൻ ഇന്ദ്രനും, വേദങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ സാമവേദവും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ജീവജാലങ്ങളിൽ ചേതനയായിട്ടും ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം. സംഹാര സമയത്ത് ഈ മുഴുവൻ പ്രപഞ്ചത്തിനെ നശിപ്പിക്കുന്ന 11 രുദ്രന്മാരിൽ പ്രധാനിയായിട്ടുള്ള ശങ്കരൻ ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്തേശോ യക്ഷരക്ഷസാം. യക്ഷരാക്ഷസന്മാരുടെ കൂട്ടത്തിൽ കുബേരൻ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസൂനാം പാവകശാസ്മി മേരു ശിഖരിണാമഹം. വസുക്കളിൽ അഗ്നിദേവൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു. മേരു ശിഖരിണാമഹം. ഏറ്റവും ഉയർന്ന പർവ്വതങ്ങളിൽ ഭഗവാൻ മേരുപർവ്വതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു.
ഈ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കൂടുതൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് 24-ാമത്തെ ശ്ലോകം വായിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുന്നത്തെ ശ്ലോകത്തിൽ 22, 23 ശ്ലോകങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാമഹം ശശി വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതന രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിനാമഹം. ഈ ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, സഞ്ജീവനി മാതാജി പറഞ്ഞോളൂ. 22-ാമത്തെ ശ്ലോകം 2-3 പോയിന്റ് പറയാം പ്രഭു. യെസ്, പറഞ്ഞോളൂ മാതാജി. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതന. വേദങ്ങളിൽ സാമവേദം ഭഗവാനാണ്. സാമവേദം സംഗീതമാണ്. സാമവേദമാണ് ഭഗവാൻ ഇഷ്ടം. വാസവൻ ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഭഗവാന്റെ പ്രതിനിധിയാണ്. 11 ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഋഷികേശൻ എന്ന് പറയുന്നു. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ബോധമായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. 22-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മാതാജി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ സാമവേദം ആണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് സാമവേദം ഭഗവാന്റെ പ്രതിനിധിയാണ്. സംഗീതത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സാമവേദത്തിലാണ്. അതേപോലെ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രനും ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ്. ഇന്ദ്രിയങ്ങളിൽ 11 ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സ് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഭഗവാന് ഋഷികേശൻ എന്നുള്ള പേരുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ചേതനയുണ്ടായിരിക്കണം, ജീവൻ ഉണ്ടായിരിക്കണം. ആ ജീവനായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ജീവന്റെ ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്ന് 22-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഈ കാര്യമാണ് സഞ്ജീവനി മാതാജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്, വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? വേറെ ആരാണ് പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. 23 പറയട്ടെ. യെസ്, സുപ്രഭ മാതാജി പറഞ്ഞോ. ശ്ലോകം 23 നമ്മൾ 11 രുദ്രന്മാരുണ്ട് എന്ന് പറഞ്ഞു. സംഹാരമാണ് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കുന്ന അതാണ് രുദ്രന്മാരുടെ ഡ്യൂട്ടി. അതിൽ ഭഗവാന്റെ പ്രതിനിധി ശങ്കരനാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ ഭണ്ഡാരം സൂക്ഷിക്കുന്നത് വിത്തേശൻ, കുബേരൻ. യക്ഷരാക്ഷസന്മാരിൽ കുബേരനും ഭഗവാനാണ്. അഗ്നിദേവൻ ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭൂമണ്ഡലത്തിലെ ഏറ്റവും വലിയ പർവ്വതം മേരു, അതും ഭഗവാന്റെ പ്രതിനിധി എന്ന് പറഞ്ഞു. പിന്നെ 11 രുദ്രന്മാര് പേര് പറഞ്ഞു. കപാലി, പിങ്കളൻ, ഭീമൻ, വിരൂപാക്ഷൻ, വിലോഹിതൻ, ശസ്ത്രൻ, അജപാതൻ, അഹിർബുദ്ധ്യൻ, ശങ്കരൻ, ചാന്ത്, ഭവ, അതും പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, 23-ാമത്തെ ശ്ലോകമാണ് സുപ്രഭ മാതാജി പറഞ്ഞിട്ടുള്ളത്. രുദ്രനെ കുറിച്ച് പറഞ്ഞു. 11 രുദ്രന്മാര്. സംഹാര സമയത്ത് ഇവരാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഇല്ലാതാക്കുന്നത്, കത്തിച്ച് ചാമ്പലാക്കുന്നത്. ദേവന്മാരുടെ ഭണ്ഡാര അധിപതിയാണ്, ഭണ്ഡാരം സൂക്ഷിപ്പുകാരനാണ് കുബേരൻ. അവരുടെ മക്കളാണ്, നമ്മൾക്കറിയാം, നാരദ മഹർഷിയുടെ ശാപം ലഭിച്ച് വൃന്ദാവനത്തിൽ വന്നിട്ടുള്ള മണിഗ്രീവനും നളകുബേരന്മാരും. അത് കുബേരന്റെ മക്കളാണ്. ആ കുബേരൻ ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു. വസൂനാം പാവകശ്ചാസ്മി എന്ന് പറയുന്നു. വസുക്കൾ എന്ന് പറയുന്നത് ഇന്ദ്രനെ സഹായിക്കുന്ന ദേവന്മാരാണ്. ഇന്ദ്രന്റെ അറ്റൻഡേഴ്സ് ആണ് ആ വസുക്കൾ എന്ന് പറയുന്നത്. ആ വസുക്കളിൽ അഗ്നിദേവൻ ഭഗവാനാണ്, ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു.
മേരുശിഖരിണാമഹം. ഈ മുഴുവൻ ഭൂമണ്ഡലത്തിന്റെ, നമ്മൾ ഭൂമണ്ഡലത്തിനെ കുറിച്ച് വിശദമായിട്ട് 5-ാമത്തെ സ്കന്ധത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഭൂമണ്ഡലത്തില് 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും ഉണ്ട് എന്ന് പറയും. അതിലുള്ള ഒരു ദ്വീപാണ് ജംബുദ്വീപ് എന്ന് പറയുന്നത്. ആ ജംബുദ്വീപിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ജംബുദ്വീപിന്റെ ഒരു ഭാഗമാണ് ഭാരതവർഷം എന്ന് പറയുന്നത്. ആ ജംബുദ്വീപിന്റെ നടുക്ക് ആണ് ഈ മേരു പർവ്വതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺ ഷേപ്പ് ആയിട്ടുള്ള ഒരു വലിയ പർവ്വതം ഇരിക്കുന്നത്. മേരു പർവ്വതം എന്ന് പറയുന്നത് ഈ മുഴുവൻ ഭൂമണ്ഡലത്തിനെ ഒരു താമരയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ആ താമരയുടെ നടുക്കുള്ള കർണിക, താമരയുടെ നടുക്ക് ഒരു ഉയർന്ന ഭാഗം, ഒരു കോൺ ഷേപ്പിലുള്ള ഉയർന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഭൂമണ്ഡലത്തിന്റെ നടുക്ക് ഉള്ള കോൺ ഷേപ്പിലുള്ള വലിയ പർവ്വതമാണ് മേരു പർവ്വതം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉയരമുള്ള ഒരു പർവ്വതം ഇല്ല. ആ മേരു പർവ്വതം ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അഷ്ടവസ്തുക്കളും പറഞ്ഞിരുന്നു പ്രഭു. അഷ്ടവസ്തുക്കളുടെ പേര് പറഞ്ഞിരുന്നു. അതിലെ നക്ഷത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കൊട്ടാരമാണ് എന്ന് പറഞ്ഞിരുന്നു. യെസ്, നമ്മൾ നക്ഷത്രം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് ദേവന്മാരുടെ കൊട്ടാരത്തിനെയാണ് നക്ഷത്രം എന്ന് പറയുന്നത്, അല്ലെ? 27 നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം വായിക്കാം. പുരോദസാം. യെസ്, ശിവരാമ പ്രഭുജി പറഞ്ഞു. ചെറിയൊരു സംശയം 21-ാമത്തെ ശ്ലോകത്തിലാണ്. പറഞ്ഞോളൂ. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവി അംശമാണ്. 12 ആദിത്യന്മാരിലെ സൂര്യൻ പെടില്ലേ ഉണ്ടോ? യെസ്, ഇവരെല്ലാവരും സൂര്യൻ ദേവന്മാർ തന്നെയാണ്. ഓരോ മാസത്തിൽ ഓരോ ദേവന്മാർക്ക് സൂര്യന്റെ ചുമതലയുണ്ടെന്നാണ് പറയുന്നത്. 12 ആദിത്യന്മാർ. അത് 12 ആദിത്യന്മാരിലെ രവി പെടില്ലേ എന്നാണ് എനിക്ക് സംശയം. രവി നമ്മൾ പറഞ്ഞതിൽ ഉണ്ടായിരുന്നു 12 ആദിത്യന്മാരുടെ പേരിൽ. 12 ആദിത്യന്മാരുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ രവി എന്ന് പറയുന്നത് നമ്മൾ സൂര്യ ദേവനെയാണ് പറയുന്നത്. ആ സൂര്യനെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത ദേവന്മാരാണ് ആദിത്യന്മാർ എന്ന് പറയുന്നത്. ഓരോ മാസത്തിലും ഓരോ ദേവനാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 12 ആദിത്യന്മാര് ഓരോ മാസത്തിലും ഓരോ ദേവന്മാരാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത്, രവിയെ നിയന്ത്രിക്കുന്നത്. സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവന്മാരാണ് ആദിത്യന്മാര്. 12 ആദിത്യന്മാർ. ഓരോ ആദിത്യം വരുന്ന സമയത്തും ഓരോ കാലാവസ്ഥയായിരിക്കും എന്നാണ് പറയുന്നത്. കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ മാസം മാറി മാറി വരുന്ന സമയത്ത് കാലാവസ്ഥയിൽ വ്യത്യാസങ്ങൾ മാറി മാറി അനുഭവപ്പെടും. ഞാൻ സംശയം നമ്മളിങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് രവി ആദിത്യൻ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ സംശയം വന്ന് രവി എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യനെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത ദേവന്മാർക്ക് ഓരോരോ പേരുകളുണ്ട്. അത് വ്യത്യസ്ത വ്യക്തികളാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, അതാണ് 12 രാശികൾ എന്ന് പറയുന്നതുമായിട്ട് ബന്ധമുണ്ടോ? 12 രാശികളായിട്ട് ബന്ധമുണ്ട്. അതിന്റെ അത്ര ഡീറ്റെയിൽസ് യഥാർത്ഥത്തിൽ എനിക്ക് അറിയുകയില്ല. അത് ഈ ജ്യോതിശാസ്ത്രത്തിലാണ് അവർ പഠിക്കുന്നത്. 12 രാശികൾ അത് നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു നക്ഷത്രത്തിലാണ് രാശികൾ. ഒരു രാശിക്ക് ഒരാദിത്യം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഓരോ രാശി ആദിത്യന്മാരും സഞ്ചരിക്കുന്ന ആദിത്യം സഞ്ചരിക്കുന്ന രാശി മേടം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതെ, ആ 12 രാശിക്കും ദേവതമാരും ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്യാമായിരിക്കാം അല്ലേ? യെസ്, യഥാർത്ഥത്തിൽ അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത് ഈ ജ്യോതിഷം പഠിക്കുന്ന വ്യക്തികൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതിലിങ്ങനെയാ പറഞ്ഞേക്കണം, ഓരോ രാശിക്ക് ഓരോ ആദിത്യന്മാര്. അതായത് മേടത്തിലെ അതായത് ഒരു മാസം ആദിത്യനാണ്, പിന്നെ ഇടവത്തിൽ അങ്ങനെയാണ്. അപ്പൊ അതിൽ പിന്നെ ഓരോ ഓരോ ആദിത്യന്മാരും ഓരോ മാസത്തിലേന്നായിരിക്കും. അതിന്റെ പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയില്ല. യെസ്, അത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലെ? ഓരോ മാസത്തിലും ഓരോ ഓരോ രാശികളാണ്. അപ്പോൾ അതിന് നിയന്ത്രക ദേവനും മാറുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.
ഇപ്പൊ മനസ്സിലായി. ഹരേ കൃഷ്ണ, മനസ്സിലായി. ഹരേ കൃഷ്ണ. യെസ്, ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ജലജ മാതാജി പറഞ്ഞോ. പ്രഭുജി, രുദ്രനെ പറ്റി കുറച്ചുകൂടെ പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഹാര സമയത്താണ് രുദ്രൻ വിസ്തരിക്കുന്നത്. പിന്നെ പ്രളയ സമയത്ത് സംഘർഷനെ സഹായിക്കുന്നവരാണ് രുദ്രന്മാര്. പഞ്ചഭൂതങ്ങളെ മഹത്വത്വത്തിൽ ചേർക്കുന്നതും രുദ്രന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. യെസ്, യഥാർത്ഥത്തിൽ ഈ ശങ്കരൻ എന്ന് പറയുന്നത് ഈ നമ്മള് ഭൗതിക സൃഷ്ടിയിൽ ശങ്കരനെ കാണുന്നത് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടാണ്, രുദ്രൻ അല്ലെ. കുമാരന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം രുദ്രനെ ആ ദേശത്തിൽ നിന്നും, ബ്രഹ്മാവിന്റെ ദേശത്തിൽ നിന്നും, ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. ആ രുദ്രന്റെ 11 വിസ്തരണങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള രുദ്രന്മാരായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണെങ്കിൽ പോലും രുദ്രൻ ബ്രഹ്മാവിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. രുദ്രൻ അല്ലെങ്കിൽ ശങ്കരൻ, ശിവൻ എന്ന് പറയുന്ന വ്യക്തി ജീവാത്മാവല്ല. ബ്രഹ്മാവ് ജീവാത്മാവാണ് യഥാർത്ഥത്തിൽ. ബ്രഹ്മാവ് നമ്മളെ പോലെയുള്ള ജീവാത്മാവാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ബ്രഹ്മാവാകാം. നമ്മൾ നേരത്തെ ബ്രഹ്മാവായിരുന്നു അല്ലെ. അപ്പം ജീവാത്മാവിന് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരിക്കലും ശിവനാവാൻ സാധിക്കില്ല. കേൾക്കുന്നില്ലല്ലോ സ്വാമിജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാമോ? കേൾക്കാം പ്രഭുജി. ഹരേ യെസ്, കൃഷ്ണ. ഇവിടെ കറണ്ട് പോയതാണ്. കറണ്ട് പോയിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ രുദ്രനെ കുറിച്ചാണ് പറഞ്ഞത്. രുദ്രൻ അല്ലെങ്കിൽ മഹാദേവൻ എന്ന് പറയുന്നത് നമ്മളെ പോലെ ഒരു ജീവാത്മാവല്ല. അത് ഭഗവാന്റെ ഒരു പ്രത്യേക വിസ്തരണമാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അല്ലെ, ക്ഷീരം യഥാദതി വികാര വിശേഷ യോഗ എന്ന് രുദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മഹാദേവനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണോ പാല് പൊളിച്ച് തൈരായിട്ട് മാറുന്നത്, അതേപോലെയാണ് രുദ്രന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. രുദ്രൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ വിസ്തരണമാണ്. അത് വിഷ്ണു തത്വത്തിനും ജീവതത്വത്തിനും ഇടയ്ക്കുള്ള ഒരു തത്വമാണെന്ന് പറയും. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും രുദ്രനാകാനോ അല്ലെങ്കിൽ മഹാദേവനാവാനോ സാധിക്കില്ല എന്ന് പറയും. ഓക്കെ, യെസ്. വേറെന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന്? അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 24ാമത്തെ ശ്ലോകം വായിക്കാം. പുരോധസാംശ മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. വർത്തനം വായിച്ചോളൂ, നമുക്ക് അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 2 ശ്ലോകം വായിച്ചോളൂ, 24, 25 വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? ജയശ്രീ മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്ലോകം 24. പുരോദസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗരഃ. വിവർത്തനം. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. ഭാവാർത്ഥം. ജയ് ശ്രീലപ്രഭാത്. സ്വർഗലോകാധിപനാണ് ദേവരാജാവായ ഇന്ദ്രൻ. അദ്ദേഹം വാഴുന്ന ഗ്രഹമാകട്ടെ ഇന്ദ്രലോകമെന്ന് പറയപ്പെടുന്നു. ഇന്ദ്രന്റെ പുരോഹിതനാണ് ബൃഹസ്പതി. ഇന്ദ്രൻ രാജാതിരാജനാകയാൽ ബൃഹസ്പതി പുരോഹിത ശ്രേഷ്ഠനുമായി. ശിവന്റെയും പാർവതിയുടെയും പുത്രനായ സ്കന്ദൻ അഥവാ കാർത്തികേയനാണ് സേനാധിപരിൽ ശ്രേഷ്ഠൻ. ജലാശയങ്ങളിൽ വെച്ച് മഹത്താകുന്നു സമുദ്രം. കൃഷ്ണന്റെ ഈ പ്രാതിനിധ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 25. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. വിവർത്തനം. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ അഥവാ വാക്കുകളിൽ അഭൗതികമായ ഓംകാരവും യജ്ഞങ്ങളിൽ തിരുനാമ ജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. ഭാവാർത്ഥം. ജയ് ശ്രീലപ്രഭുപാദ്. പ്രപഞ്ചത്തിലെ ആദ്യ ജീവാത്മാവായ ബ്രഹ്മാവ് വിവിധ വർഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായി ഏതാനും പുത്രന്മാരെ സൃഷ്ടിച്ചു. ഇവരിൽ ഏറ്റവും പ്രഭാവശാലിയായ ഋഷിയാണ് ഭൃഗു. ആധ്യാത്മിക സ്പന്ദനങ്ങളിൽ ഓംകാരം കൃഷ്ണന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു. യജ്ഞങ്ങളിൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം കൃഷ്ണന്റെ പരിപാവനമായ പ്രാതിനിധ്യമാണ്. ചില യജ്ഞങ്ങളിൽ ജന്തുഹിംസ പതിവുണ്ട്. ഈ ജപയജ്ഞത്തിലാകട്ടെ ഹിംസയുടെ പ്രശ്നമേയില്ല. ഏറ്റവും ലളിതവും പവിത്രവുമാണ് ഈ യജ്ഞം. ലോകത്തിൽ സമുത്കൃഷ്ടമായതെന്തും കൃഷ്ണന്റെ പ്രതീകം തന്നെ. അത്യുന്നതമായ ഹിമാലയവും അദ്ദേഹത്തിന്റെ പ്രഭാവാംശമാണ്. മേരു പർവ്വതത്തെ പറ്റി മുൻപ് പറഞ്ഞുവല്ലോ. മേരുവിന് ചിലപ്പോൾ ചലനമുണ്ട്, ഹിമാലയത്തിനില്ല. ഈ നിലയിൽ മേരുവിനേക്കാൾ വലുതാണ് ഹിമാലയം. ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. പുരോദസാംശ മുഖ്യം മാ വിദ്ധി പാർത്ഥ ബൃഹസ്പതി സേനാനീനാമഹം സ്കന്ദ സരസാമസ്മി സാഗര. പുരോദസ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. ഏറ്റവും ഉന്നതനായിട്ടുള്ള പുരോഹിതൻ ബൃഹസ്പതിയാണെന്ന് പറയുന്നു. ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവാണ്, ദേവഗുരുവാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതി അങ്കിരസിന്റെ പുത്രനായിട്ടാണ് പറയുന്നത്. അങ്കിരസ് ബ്രഹ്മാവിന്റെ പുത്രനാണ്. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള അങ്കിരസിന്റെ പുത്രനാണ് ബൃഹസ്പതി എന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ അധിപതിയായിട്ടാണ് ബൃഹസ്പതി അറിയപ്പെടുന്നത്. അല്ലെ, വ്യാഴദശ, ഗുരുവിന്റെ സാന്നിധ്യമാണ് ഈ വ്യാഴദശ കാണിക്കുന്നത്. വ്യാഴദശയാണെങ്കിൽ നമുക്ക് ആത്മീയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വളരെ സഹായകമാണ് എന്നാണ് പറയുന്നത്. ബൃഹസ്പതിയുടെ സാന്നിധ്യമാണ്. ആ ബൃഹസ്പതി ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു. കാരണം ഗുരുക്കന്മാർ, ഭൗതിക ലോകത്തിലുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള ഗുരുവാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതിയും ഭഗവാന്റെ പ്രതിനിധിയാണ്, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി എന്ന് പറയുന്നു. സേനാനീനാമഹം സ്കന്ദ എന്ന് പറയുന്നു. സേനാധിപന്മാരിൽ സ്കന്ദൻ എന്ന് പറയുന്നത് മഹാദേവന്റെ ഒരു അംശമാണ്. മഹാദേവന്റെ ശക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള 6 ശക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് സ്കന്ദൻ അല്ലെങ്കിൽ കാർത്തികേയൻ എന്ന് പറയുന്നത്. അല്ലെ, കൃത്തിക എന്ന് പറയുന്ന ഒരു ദാസി എടുത്തു വളർത്തിയത് കൊണ്ടാണ് സ്കന്ദൻ കാർത്തികേയൻ എന്ന് പറയുന്നത് എന്ന് പറയും. അവർ 6 കുട്ടികളായിരുന്നു. പിന്നീട് പാർവതീദേവി എല്ലാവരെയും യോജിപ്പിച്ച് 6 തലകളുള്ള ഒരൊറ്റ കുട്ടിയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഷൺമുഖൻ എന്ന് ഈ സ്കന്ദൻ, അതുകൊണ്ട് മറ്റൊരു പേരുണ്ട്. 6 തലകളുണ്ട്, അതുകൊണ്ട് ഷൺമുഖൻ, കാർത്തികേയൻ, മുരുകൻ എന്നൊക്കെ പറയും. വേൽമുരുകൻ എന്നൊക്കെ പറയുന്ന സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു. ഇദ്ദേഹം യുദ്ധദേവനായിട്ടാണ് അറിയപ്പെടുന്നത്. യുദ്ധങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള മുഖ്യദേവനാണ്
സ്കന്ദൻ അല്ലെങ്കിൽ കാർത്തികേയൻ. നമ്മൾ താരകാസുര വധത്തില് ഈ താരകാസുര യുദ്ധം സ്കന്ദന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്കന്ദൻ ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റു ദേവന്മാർക്കൊക്കെ ഭഗവാനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവന്മാരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെ? ഒരു സ്കന്ദന്റെ ക്ഷേത്രം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. നമ്മൾക്ക് ഈ ശ്ലോകവും ചെല്ലാം. ശ്ലോകം അറിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുരുകന്റെ അടുത്ത് പോയിട്ട് പറയാം, സേനാനീനാം അഹം സ്കന്ദ. സേനാനിമാരിൽ സ്കന്ദനായിട്ടിരിക്കുന്നതും ഭഗവാന്റെ ശക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ വിഭൂതിയാണ് സ്കന്ദനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെയും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ ഒരു വിഭൂതിയാണ് സ്കന്ദൻ എന്നാണ് ഇവിടെ പറയുന്നത്. സേനാനീനാം അഹം സ്കന്ദ സരസാമസ്മി സാഗരം. സാഗരം, സരസ് എന്ന് പറയുന്നത് ജലാശയം, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെയാണ് സരസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ സരസാണ് സാഗരം എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സാഗരങ്ങളുണ്ട്. ഭൂമണ്ഡലത്തിൽ 7 തരത്തിലുള്ള സാഗരങ്ങളുണ്ടെന്ന് പറയുന്നു. മുഴുവൻ പ്രപഞ്ചത്തിന്റെ അടിയിലും ഒരു സാഗരമുണ്ട്. ഈ മുഴുവൻ പ്രപഞ്ചങ്ങൾ കിടക്കുന്നതും മറ്റൊരു സാഗരത്തിലാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാഗരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമിയിലും ഒരു സാഗരമുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും, അല്ല, ഉപ്പുവെള്ളമുള്ള ഒരു സാഗരം. ആ സാഗരം കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാന്റെ ഓർമ്മ ഉണ്ടാവാൻ സാധിക്കും. കാരണം എന്താണ്? ആ സാഗരം ആയിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സരസാമസ്മി സാഗര എന്ന സാഗരത്തിനെ കാണുമ്പോൾ നമ്മൾക്ക് സാഗരത്തിനെ വന്ദിക്കാൻ സാധിക്കും. സരസാമസ്മി സാഗര. അല്ല, നമ്മൾ ബീച്ചിൽ പോവാറുണ്ട്. ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കേണ്ട ആവശ്യമില്ല. ഈ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രതിനിധികൾ അവിടെ ഇരിക്കുന്നത്, അല്ലെ? നമ്മള് സൂര്യാസ്തമയം കാണാനാണ് ബീച്ചിൽ പോകുന്നതെങ്കിൽ സൂര്യൻ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു, അല്ലെ? ജ്യോതിഷാം രവിരംശുമാൻ. അപ്പൊ സൂര്യനെ കാണുകയാണെങ്കിൽ ജ്യോതിഷാം രവിരംശുമാൻ എന്ന് പറയാം. ബീച്ച്, കടൽ കാണുകയാണെങ്കിൽ എന്ത് പറയാം? സരസാമസ്മി സാഗര. ആ സൂര്യാസ്തമയം കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചു വരികയാണെങ്കിൽ നമുക്ക് പറയാം നക്ഷത്രാണാം അഹം ശശി. നമ്മൾ ഉറക്കെ പറയേണ്ട ആവശ്യമില്ല, മനസ്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഭഗവാനെ കുറിച്ച് ഓർമ്മയുണ്ടാവും, അല്ല? ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരില്ല. യെസ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഭഗവാന്റെ ഓർമ്മ നിലനിർത്താൻ സാധിക്കും. എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഭഗവാന്റെ ഓർമ്മ നിലനിർത്താൻ സാധിക്കും. സരസാമസ്മി സാഗര എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. 25ാമത്തെ ശ്ലോകത്തിൽ മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. 24ാമത്തെ ശ്ലോകത്തിൽ എത്ര വിഭൂതികളെ കുറിച്ചാണ് പറയുന്നത്? 3 വിഭൂതികളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ബൃഹസ്പതി, അതേപോലെ സ്കന്ദൻ, സാഗരം. പുരോദസാംശ മുഖ്യമാം വിദ്ധി പാർത്ഥ ബൃഹസ്പതി, സേനാനീനാം അഹം സ്കന്ദ, സരസാമസ്മി സാഗര. 3 വിഭൂതിയാണ് 24ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. 25ാമത്തെ ശ്ലോകത്തില് 4 വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. മഹർഷീണാം ഭൃഗുരഹം. മഹർഷിമാരിൽ ഭൃഗു മഹർഷി. ഭൃഗു മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഭൃഗു മഹർഷി ബ്രഹ്മാവിന്റെ പുത്രനാണ്. അദ്ദേഹം യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെയൊക്കെ ഏറ്റവും ഉന്നതനായിട്ടുള്ള മഹർഷിയാണ് ഭൃഗു മഹർഷി എന്ന് പറയുന്നത്. നമ്മൾ ഈ ദക്ഷയാഗത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട് അടുത്ത സ്കന്ധത്തിൽ, 4ാമത്തെ സ്കന്ധം. നമ്മൾ ഭാഗവതം ഇപ്പൊ 3ാമത്തെ സ്കന്ധം വായിച്ചു തീരാനായി. അവസാനത്തെ അധ്യായമാണ് ഇപ്പോൾ വായിക്കുന്നത്. അടുത്ത സ്കന്ധം ആരംഭിക്കുന്നത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട സതിയുടെ ആ ഒരു ലീലയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അവിടെ ഭൃഗു മഹർഷിയെ കുറിച്ച് പറയുന്നുണ്ട്. ദക്ഷയാഗത്തിലെ ഏറ്റവും മുഖ്യ പുരോഹിതനായിട്ടിരിക്കുന്നത്, ആ യജ്ഞം യജ്ഞം ചെയ്യുന്നതാരാണ്? ഭൃഗു മഹർഷിയാണ്. അതുകൊണ്ട് യജ്ഞം അലങ്കോലമായ സമയത്ത് അവിടെ മഹാദേവന്റെ കിങ്കരനായിട്ടുള്ള നന്ദികേശനും ഭൃഗു മഹർഷിയുമായിട്ട് വലിയ വാക്കേറ്റം നടക്കുന്നുണ്ട്. അവർ തമ്മിൽ പരസ്പരം ശപിക്കുന്നുണ്ട്. ശപിക്കും, യുദ്ധം ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ആ ഭൃഗു മഹർഷിയുടെ താടി നഷ്ടപ്പെടുന്നുണ്ട്.
അല്ല, താടി നഷ്ടപ്പെട്ടതിന് ശേഷം മഹാദേവന്റെ അടുത്ത് എല്ലാ ദേവന്മാരും പോയ സമയത്ത് മഹാദേവൻ പറഞ്ഞു, ഭൃഗു മഹർഷിക്ക് ഒരു ആടിന്റെ താടി കൊടുത്താൽ മതി. ദക്ഷന്റെ തല നഷ്ടപ്പെട്ടു, അപ്പൊ ആടിന്റെ തല വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. താടി നഷ്ടപ്പെട്ട ഭൃഗുവിന് ആടിന്റെ താടി രോമം വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. അല്ലെ, നമ്മൾ ഈ കൊട്ടിയൂർ ക്ഷേത്രം ഈ ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ബന്ധപ്പെട്ട ലീലയാണ് അവിടെ ഉത്സവ സമയത്ത് അവര് ചെയ്യുന്നത്. ദക്ഷയാഗം പോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ദക്ഷയാഗം ആരംഭിക്കുന്നതും ഭൂതഗണങ്ങൾ വന്നിട്ട് ആ യാഗത്തിനെ അലങ്കോലമാക്കുന്നതും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഉത്സവ സമയത്ത്. അവിടുന്ന് ഒരു പൂവ് കിട്ടും നമ്മൾക്ക്, അല്ലെ, ഓടപ്പൂവ് എന്ന് പറഞ്ഞിട്ട്. എന്തിനാണെന്ന് അറിയോ? അതിന്റെ കഥ എന്താണെന്നറിയോ? അത് ഈ ഭൃഗു മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊട്ടിയൂർ ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? ഞങ്ങളിന്നലെ പോയി. അവിടെ ഉത്സവം നടക്കുകയാണ്. അവിടെ നിറച്ച് ഇപ്പൊ ഓടപ്പൂ തൂക്കി വെച്ചിട്ടുണ്ട്. ഓടപ്പൂവുണ്ട്, വാങ്ങിയിരുന്നു ഓടപ്പൂ. വീരഭദ്രനല്ലേ പ്രഭുജി? വീരഭദ്രനല്ലേ പ്രഭുജി അത് പറിച്ചെറിഞ്ഞത്? യെസ്, വീരഭദ്രനാണ് പറിച്ചെറിഞ്ഞത്. ആരുടെ താടിയാണ് പറിച്ചെറിഞ്ഞത്? ഭൃഗു മഹർഷിയുടെ. ഭൃഗു മഹർഷിയുടെ, അല്ലെ. ഇപ്പൊ മഹാദേവന്റെ അടുത്ത് പോയപ്പോ മഹാദേവൻ പറഞ്ഞത്, ഭൃഗു മഹർഷിയുടെ താടി പോയിട്ടുണ്ടെങ്കിൽ അതിന് ആടിന്റെ രോമം വെച്ച് കൊടുത്തോളാനാ പറഞ്ഞത്. അപ്പൊ ആ ആടിന്റെ താടി, ആ താടിയുടെ സൂചനയായിട്ടാണ് അവിടെ ആ ഓടപ്പൂ അവിടെ വിൽക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മാത്രമാണ് ഈ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ ഓടപ്പൂ താടി ഇത് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാണ്. അവര് കാട്ടിൽ പോയിട്ട്, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് 2 വർഷം. അപ്പം വളരെ രസമാണ്. എല്ലാ വീട്ടിലും ഈ ഓടപ്പൂ ഉണ്ടാകും. കാട്ടിൽ പോയിട്ട് അവര് ജസ്റ്റ് ഒന്ന് ഇടിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇടിച്ച് വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ രോമം പോലെ ആയിട്ടുണ്ടാവും ആ ഓടപ്പൂ. അപ്പൊ അത് ഈ ഭൃഗു മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൃഗു മഹർഷി ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ഭൃഗു മഹർഷി ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. അദ്ദേഹം ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. മഹർഷി ശ്രേഷ്ഠനാണ് എന്നാണ് പറയുന്നത്. യെസ്, മഹർഷിണാം ഭൃഗുരഹം ഗിരാമസ്മേകം അക്ഷരം. ഗിരാം എന്ന് പറയുന്നത് ശബ്ദസ്പന്ദനമാണ്. ഗിരാം അസ്മേകം അക്ഷരം, ഏകമക്ഷരം. ഒരു അക്ഷരം കൊണ്ട് ഭഗവാനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഓംകാരം എന്ന് പറയുന്നത്, അല്ലെ. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്കറിയാം ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്. പ്രണവ സർവവേദേഷു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വേദങ്ങളുടെയും ആദ്യ മന്ത്രത്തിൽ നമുക്ക് ഓംകാരം കാണാൻ സാധിക്കും. അത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെയാണ് ഈ ഓംകാരം സൂചിപ്പിക്കുന്നത്. ആ ഗിരാമസ്മേകം അക്ഷരം ഓംകാരം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത്. ഭഗവാന്റെ ശബ്ദ പ്രാതിനിധ്യമാണ് ഓംകാരം എന്ന് പറയുന്നത്. അപ്പം ഭൃഗു മഹർഷി ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു, ഓംകാരം ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു. യജ്ഞാനാം ജപയജ്ഞോസ്മി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ജപയജ്ഞം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ ജപയജ്ഞം, അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞമാണെന്ന് പറയും. അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ് ഈ ജപയജ്ഞം എന്ന് പറയുന്നത്. ഈ യജ്ഞത്തിന്റെ പ്രത്യേകത ശ്രീലപ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇതിൽ യാതൊരു പാപവുമില്ല. മറ്റ് ദ്രവ്യയജ്ഞങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ ദ്രവ്യം ശേഖരിക്കുന്നതിനായിട്ട് അത് സമർപ്പിക്കുന്നതിനായി ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. അതൊക്കെ പാപമായിട്ട് വരും, തെറ്റായിട്ട് വരും. പക്ഷെ ഈ ജപയജ്ഞത്തിന് യാതൊരു ഹിംസയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മറ്റൊരാളുടെയും വസ്തു നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ജപയജ്ഞം ചെയ്യുന്നതിനായിട്ട്. കാരണം എന്താ? ജപയജ്ഞം ചെയ്യാനുള്ള എല്ലാ ഉപകരണവും നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള നാക്കുണ്ട്, ഭഗവാന്റെ നാമം ജപിക്കാനുള്ള മനസ്സുമുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജപയജ്ഞം ചെയ്യാൻ സാധിക്കും. മാനിന മാനദേന കീർത്തനീയ സദാഹരി എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. നമ്മൾ നാണം കൂടാതെ മറ്റുള്ളവർക്ക് എല്ലാവിധ ബഹുമാനവും കൊടുത്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് യാതൊരു ബഹുമാനം പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് തുടർച്ചയായിട്ട് നാമം ജപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ഈ നാമജപയജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ്
ചൈതന്യ മഹാപ്രഭു പറയുന്നത്. കലിയുഗത്തിൽ ഈ നാമജപയജ്ഞം മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്ന് നാരദീയ പുരാണത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോ നാസ്തിയവ 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 ഗതിരന്യത. ആത്മീയ പുരോഗതിക്ക് കലിയുഗത്തിൽ നാമജപയജ്ഞമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മറ്റെല്ലാ യജ്ഞങ്ങളും അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നാണ് പറയുന്നത് കലിയുഗത്തിൽ. കാരണം അതിലൊക്കെ കലർപ്പുണ്ടാകും. മായം കലർന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കലിയുഗത്തിലെല്ലാം ചെയ്യുന്നത്. അപ്പം യാതൊരു മായവുമില്ലാതെ ശുദ്ധമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന യജ്ഞം, പെർഫെക്റ്റ് ആയിട്ടുള്ള യജ്ഞം, കലിയുഗത്തിലെ യജ്ഞം ജപയജ്ഞമാണ്. പക്ഷേ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞം അതാണ്. അത് കലിയുഗത്തിലേക്ക് മാത്രമല്ല, എല്ലാ കാലത്തും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞം ജപയജ്ഞം തന്നെയാണ് എന്നിവിടെ പറയുന്നു. യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയം. സ്ഥാവരങ്ങളിൽ ഏറ്റവും ഉറച്ച വസ്തുക്കളിൽ, ഭൂമിയിലുള്ള ഉയർന്ന വസ്തുക്കളിൽ ഹിമാലയം, മഹത്തായിട്ടുള്ള ഹിമാലയം ഭഗവാനാണെന്ന് പറയും. ആ ഹിമാലയവും മേരുപർവ്വതവും തമ്മിൽ ശ്രീല പ്രഭുപാദർ കമ്പയർ ചെയ്യുന്നുണ്ട്. മേരുപർവ്വതത്തിന് ചിലപ്പോൾ ഇളക്കം സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഹിമാലയത്തിന് ഇളക്കം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഹിമാലയം മേരുപർവ്വതത്തിനേക്കാൾ മഹത്താണ് എന്ന് പറയുന്നു. മേരുപർവ്വതത്തിനേക്കാൾ മഹത്താണ് ഹിമാലയം എന്ന് പറയും. ഉയരം വെച്ച് നോക്കുകയാണെങ്കിൽ മേരുപർവ്വതം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ അതിന്റെ മഹത്വം എന്താണ്? ഹിമാലയം ഒരിക്കലും ഇളകുന്നില്ല. മേരുപർവ്വതത്തിന് ഇളക്കം സംഭവിക്കാറുണ്ട് എന്ന് പറയും. അപ്പം ആ ഹിമാലയ യാത്ര, പലരും ഹിമാലയത്തിലൊക്കെ യാത്ര പോകാറുണ്ട്. ആ ഹിമാലയത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭഗവാന്റെ ഒരു വിഭൂതിയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ്. ഹിമാലയം കാണുന്ന സമയത്തും, അത് മാത്രമല്ല ഏത് പർവ്വതം കാണുന്ന സമയത്തും നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അല്ല, ഒരു വലിയ മല നമ്മൾ കാണുകയാണ്, അപ്പം വലിയ വലിയ പർവ്വതങ്ങളിൽ ഭഗവാൻ ഹിമാലയമാണ് എന്ന് നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. ഏത് പർവ്വതം കാണുമ്പോഴും നമ്മൾക്ക് ഈ ശ്ലോകം ചെല്ലാൻ സാധിക്കും. സ്ഥാവരാണാം ഹിമാലയം. ഇങ്ങനെയുള്ള പർവ്വതങ്ങളിൽ ഭഗവാൻ ഹിമാലയ പർവ്വതമാണ് എന്നുള്ള കാര്യം അങ്ങനെ നമുക്ക് ഓർക്കാൻ സാധിക്കും. ഗിരാമസ്മേകം അക്ഷരം, ശബ്ദസ്പന്ദനങ്ങളിൽ ഓംകാരം ഭഗവാനാണെന്ന് പറയുന്നു. എല്ലാ വേദമന്ത്രങ്ങളുടെയും തുടക്കത്തിൽ ഓംകാരം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഭഗവാനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. മഹർഷീണാം ഭൃഗുരഹം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പം നമ്മൾക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ചിലജ മാതാജി പറഞ്ഞോളൂ. പ്രഭുജി, ഈ ഭൃഗുമഹർഷിയോട് ബന്ധപ്പെട്ട ഭഗവാന്റെ ശ്രീവത്സം എന്നുള്ള ആ ഒരു ഭൃഗു മഹർഷിയാണ് പരീക്ഷിച്ചത് ദേവന്മാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നറിയാൻ വേണ്ടി ഓരോ ഉന്നതരായിട്ടുള്ള ദേവന്മാരിൽ ബ്രഹ്മാവ്, മഹാദേവൻ ഇവരുടെയൊക്കെ അടുത്ത് പോയിട്ട് അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നു. അവർ ഭൃഗു മഹർഷിയെ ഓടിച്ചു വിടും. പക്ഷേ വൈകുണ്ഠലോകത്തിൽ ഭഗവാന്റെ അടുത്ത് എത്തിയ സമയത്ത് ഭഗവാൻ ഉറങ്ങുകയായിരുന്നു, യോഗനിദ്രയിലായിരുന്നു. ആ ഭൃഗു മഹർഷി ഭഗവാനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ആ മാറിടത്തിൽ ചവിട്ടുന്നുണ്ട് അല്ലെ. ആ മാറിടത്തിൽ ചവിട്ടിയ സമയത്ത് ഭഗവാൻ ഉണരുകയും ഭൃഗു മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല, ദയവായി ക്ഷമിക്കണം. എന്റെ മാറിടത്തിൽ ചവിട്ടിയത്, എന്റെ മാറിടം വളരെ ഹാർഡാണ്, കഠിനമാണ്, വജ്രം പോലെ കഠിനമാണ് എന്റെ മാറിടം, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഭൃഗു മഹർഷിയോട് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും സാത്വിക ഗുണത്തിൽ, വിശുദ്ധ സത്വത്തിൽ ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് ഭൃഗു മഹർഷിയോടെ കൺഫേം ചെയ്യുന്നുണ്ട്. ആ ഒരു ലീലയും നമ്മൾ ഭൃഗു മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പ്രഭുജി, അതിനെ കുറിച്ച് കണക്റ്റഡ് ആയിട്ട് ഒരു ലീല കൂടി ഇല്ലേ? മഹാലക്ഷ്മി തിരുപ്പതിയിലേക്ക് വന്നതും അവിടെ നിന്ന് വൈകുണ്ഠത്തിൽ ഇരുന്നത് പോലെ തന്നെ തിരുപ്പതിയിൽ വന്നിട്ട്. യെസ്, തിരുപ്പതിയിലേക്ക് മഹാലക്ഷ്മി വരുന്ന ലീലയുണ്ട്. തിരുപ്പതിയിലേക്കല്ല പ്രഭു വരുന്നത് കോലാപ്പൂരിൽ. കോലാപുരേശ്വരി. ഹരേ കൃഷ്ണ. യെസ്, ഹരേ കൃഷ്ണ. യെസ്, ശിവരാമൻ പ്രഭുജി പറഞ്ഞോളൂ. ചെറിയ സംശയം.
ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് മനസ്സിലാണ്. പക്ഷെ പിന്നെ ഭഗവാൻ വിളിച്ചിട്ടൊരു യാഗത്തിന് അദ്ദേഹം എങ്ങനെ ആചാര്യന് ക്ലിയർ, ശബ്ദം ക്ലിയർ ആവുന്നില്ലല്ലോ പ്രഭുജി. ഭഗവാൻ ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു. അതെ അതെ. പക്ഷെ ഈ യാഗം ഭഗവാനെ ഒഴിച്ചു നിർത്തിയിട്ടൊരു യാഗമായിരുന്നു. ഭഗവാനെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള യാഗമായിരുന്നു ദക്ഷയാഗം. യെസ് യെസ്. അതായത് ഇവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളാണ്. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടുന്നില്ല. അല്ലെ, ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എല്ലാവരും വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള പൂർണ്ണ വ്യക്തിത്വങ്ങളാണെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ആ പൂർണ്ണനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള പൂർണ്ണ വ്യക്തിത്വങ്ങളാണ്. അവരുടെ വ്യക്തിത്വങ്ങളിൽ ഭഗവാൻ കൈകടത്തുന്നില്ല. നമ്മള് മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മെഷീൻസ് ആണ്. എല്ലാം ഒരേപോലെ ഇരിക്കും. അങ്ങനെയുള്ള മെഷീൻസ് അല്ല ഭഗവാൻ സൃഷ്ടിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളെയാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തിലും ഭഗവാൻ ഒരിക്കലും കൈകടത്തുന്നില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. ഭഗവാന്റെ വിഭൂതിയാണെങ്കിൽ പോലും അവർ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുക. ക്ലിയർ ആണോ പ്രഭുജി? ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് വായിച്ചതിൽ വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം ചെല്ലാം. ഹരേ കൃഷ്ണ പ്രഭു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സഞ്ജയന് മാതാജി പറഞ്ഞോ. പുരോധാംസം എന്ന് പറഞ്ഞാല് മനസ്സിലായില്ല.